ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് ബികോം സെക്കൻഡ് സെമിസ്റ്ററിലെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൻ്റെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് രണ്ട് പാർട്ടാണ്. മാത്തമാറ്റിക്സിൻ്റെ ഒരു പാർട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു പാർട്ടും ആയിട്ടാണ്. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും തിയറിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. തിയറിക്കും പ്രോബ്ലത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണിത്. നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വല്ലാണ്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തിയറി മാത്രം നന്നായിട്ട് നോക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തിയറിക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്താം. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. നോട്ട്സ് കൂടി ഉപയോഗപ്പെടുത്താം. ഇതിൽ ബ്ലോക്ക് 1 അരിതമെറ്റിക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ചാണ് ബ്ലോക്ക് 1. യൂണിറ്റ് 1 സാധാരണ നമ്മൾ ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കാണാം. അതിൽ പറയുന്നത് ഞാൻ ചുരുക്കി ഒന്ന് വിവരിക്കാം. ഒരു വ്യക്തിക്ക് കുറച്ച് ക്യാഷ് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ആ ആവശ്യമായ ക്യാഷ് ഒരാളിൽ നിന്ന് കടം പോലെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, നിങ്ങൾ 1-2 വർഷത്തേക്ക് എൻ്റെ ക്യാഷ് ഉപയോഗിച്ചോളൂ, അതിനൊരു 10% എനിക്ക് തിരിച്ച് ഒരു റിവാർഡ് പോലെ തന്നാൽ മതി എന്നാണ്. അപ്പോൾ ആ ഒരു 10% എന്ന് പറയുമ്പോൾ ഇപ്പോൾ 21,000 ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഒരു 10% എക്സ്ട്രാ തിരിച്ചു തരുമ്പോൾ തന്നാൽ മതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ 10% കണക്കൂട്ടുക? അത് എത്ര വർഷത്തേക്ക് നമ്മൾ കൈവശം വെക്കുന്നോ അത്രയും വർഷത്തേക്ക് അത് കണക്കൂട്ടണമെങ്കിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് നമുക്കിത് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൽ മനസ്സിലാക്കാനുള്ളത്, ഒരു വ്യക്തിയുടെ ക്യാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ചതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ഒരു മീനിങ് തന്നെ നമുക്ക് നോക്കാം. ഇൻ ദി ഫിനാൻഷ്യൽ വേൾഡ്, ഇൻട്രസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ബോറോവിങ് മണി ഓർ റിവാർഡ് ഫോർ ലെൻഡിങ് ഇറ്റ്. നമ്മൾ കടം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ അതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ റിവാർഡായിട്ട് ഇങ്ങോട്ട് തരുന്നതോ ആയ ഒരു മൂല്യത്തിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അയാളുടെ ക്യാഷ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു കോമ്പൻസേഷനാണ്. വേറെ തന്നെ ഒരാളുടെ ക്യാഷ് നമ്മൾ 2 വർഷമോ 3 വർഷമോ ഉപയോഗിക്കുമ്പോൾ അയാൾ ഉപയോഗിക്കേണ്ട ക്യാഷ് തൽക്കാലം ബ്ലോക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ നഷ്ടം ഉണ്ടാവും. അതിനെ കവർ ചെയ്യുന്ന ഒരു കോമ്പൻസേഷനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ നോട്ട്സ് കൂടി വായിച്ചു നോക്കട്ടെ. നമ്മൾ പ്രോബ്ലം മാത്രമായിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യുക ലൈവ് ക്ലാസ്സിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇതിലെ കീ ടെർമിനോളജീസ്. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വാക്കുകൾ? അതൊന്ന് പ്രിൻസിപ്പളാണ്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ആവശ്യപ്പെടുന്ന തുക എത്രയാണോ അതിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത്. ഇതിനെ ഒറിജിനൽ സം എന്ന് പറയാം. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട ഇപ്പോൾ രവി എന്ന് പറയുന്ന ആളടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത് 21,000 ആണ്. ആ ചോദിച്ച എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ചോദിക്കുമ്പോൾ അത് എന്ന് തിരിച്ചു തരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എത്ര കാലം ആ ക്യാഷ് കൈവശം വെക്കേണ്ടി വരും? അത് ദിവസങ്ങളാവാം, മാസങ്ങളാവാം, വർഷങ്ങളാവാം. അതിനെയാണ് നമ്മൾ ടി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടി ടൈം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിന് ആറെന്നോ ഐ പറയാം. അതായത് രവി ആ സമയത്ത് പറയുന്നത് 10% ഇൻട്രസ്റ്റ് തരണം എന്നാണ്. അതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എമൗണ്ട്, ഇതിനെ എ കൊണ്ട് സൂചിപ്പിക്കും.
അതായത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ ക്യാഷും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണോ കൊടുക്കേണ്ടത് അതിനെയാണ് എമൗണ്ട് അല്ലെങ്കിൽ എ എന്ന് സൂചിപ്പിക്കുന്നത്. 10,000 രൂപ വാങ്ങിച്ചാൽ 1000 രൂപ പലിശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000വും കൂട്ടി 11,000 ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പി എന്താണെന്ന് മനസ്സിലായി, ടി മനസ്സിലായി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എമൗണ്ട് എ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാലാണ് നമുക്ക് ഇതിലെ കാൽക്കുലേഷൻസ് നടത്താൻ പറ്റുക. ഈ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണുള്ളത്. അത് 2 ടേബിളായിട്ട് തന്നെ നിങ്ങളുടെ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഇപ്പോൾ 10,000ൻ്റെ ഒരു എമൗണ്ട് വാങ്ങുന്ന സമയത്ത് അതിന് 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ കണക്കൂട്ടാം. എത്ര വർഷത്തേക്കാണോ അത് ആ വർഷത്തേക്ക്, അതായത് ഇൻട്രസ്റ്റ് 10% എന്ന് പറഞ്ഞാൽ അത് കൊല്ലത്തിലെ ഇൻട്രസ്റ്റ് ആയിരിക്കും പറയുണ്ടാവുക. നോർമലി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വർഷത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10,000 രൂപ ഒരാളടുത്ത് നിന്ന് ലോൺ എടുക്കുമ്പോൾ, കടം വാങ്ങുമ്പോൾ 10% ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വർഷം കൈവശം വെച്ചാൽ അതിന് ഈ എമൗണ്ടിൻ്റെ 10% ഇൻട്രസ്റ്റ് തരണം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ് വരിക. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യട്ടോ, മനസ്സിലാക്കുക. 10% ഇൻട്രസ്റ്റ്, 10,000ൻ്റെ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 ആയിരിക്കും. ആ 1000 എന്താണ്? മന്ത്ലി കൊടുക്കേണ്ടതല്ല, ഇയർലി കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അതായത് ഒന്നാമത്തെ വർഷം നിങ്ങൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം? 10,000 പ്ലസ് 1000, 11,000 തിരിച്ചു കൊടുക്കണം. ഇനി രണ്ടാമത്തെ വർഷമാണ് കൊടുക്കുന്നത് എങ്കിലും ഇവിടെ കൊടുത്തില്ല, രണ്ടാമത്തെ വർഷമാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കണം? 10,000 പ്ലസ് 1000 ഇൻട്രസ്റ്റ്. 10% ഇൻട്രസ്റ്റ് വരുന്നപ്പോൾ 1000 ആണ്. നേരത്തെ ഉള്ള 1000 ഇപ്പോഴത്തെ 1000 തമ്മിൽ 2000 കൂട്ടിയിട്ട് 12,000 രൂപ ഈ വർഷം രണ്ടാമത്തെ വർഷം കൊടുക്കണം. അങ്ങനെ തന്നെ അത് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 13,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതാണ് ഒരു നോർമൽ കാൽക്കുലേഷൻ. ഇനി മറ്റൊരു കാൽക്കുലേഷൻ, ഇതിനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നും പറയും. 10,000 രൂപ കടം വാങ്ങിയാൽ 10% ഇൻട്രസ്റ്റ് ആണ്. അത് നോർമൽ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ വർഷം നമ്മൾ എത്ര കൊടുക്കണം? 10,000ൻ്റെ 10% 1000 കൂട്ടിയിട്ട് 11,000 കൊടുക്കണം. അതവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ എമൗണ്ടിലാണ് അടുത്ത ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 10,000 അല്ല, 11,000ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യും. 11,000ൻ്റെ 10% 1,100 ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് എത്ര വരും? ഇതിൻ്റെ കൂടെ ടോട്ടലായിട്ടാണ് വരിക. ഇവിടെ എമൗണ്ട് എഴുതിയത് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്ത വർഷം നമ്മൾ ആ എമൗണ്ടും കൂടെ ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് വരാം 12,100 നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 12,100ൻ്റെ 10% എടുക്കണം. അതായത് 12,210. അതും കൂടെ ഇവിടെ കൂട്ടിയിട്ട് 1,310 വരിക. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോളൂ. ഇവിടെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് തെറ്റിയിട്ടുണ്ടേ, 12,100. ഈ രണ്ട് ടേബിൾ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റും മറ്റേത് ഒരു അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് രീതിയും കൂടിയാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടാൽ ആദ്യത്തെ കോളം ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാത്രം ആഡ് ചെയ്ത് പോകുന്ന മെത്തേഡാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതിൻ്റെ ഫോർമുല വരുന്നത് നമ്മൾ നേരത്തെ കണ്ടു, പിയും ആറും ടിയും ഒക്കെ.
സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈമാണ്. അതായത് ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, പി ഇൻറ്റു ആർ ഇൻറ്റു ടി, ഇതാണ് ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ടു കൺവേർട്ട് ആൻ ആനുവൽ റേറ്റ് ടു മന്ത്ലി റേറ്റ്, ഡിവൈഡ് ദി ആനുവൽ റേറ്റ് ബൈ 12. ടു കൺവേർട്ട് എ മന്ത്ലി റേറ്റ് ടു ആൻ ആനുവൽ റേറ്റ്, മൾട്ടിപ്ലൈ ദ മന്ത്ലി റേറ്റ് ബൈ 12. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് ചിലപ്പോൾ നമുക്ക് മാസം കൊണ്ട് കണക്കൂട്ടാനാണ് തരിക. അങ്ങനെയാണെങ്കിൽ മാസത്തിലെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചിലപ്പോൾ ഇയറിൽ തന്നതിനെ നമുക്ക് 6 മാസം കൊണ്ട് തിരിച്ചടക്കേണ്ടി വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അതായത് 6% പെർ മന്ത് എന്ന് പറഞ്ഞാൽ 0.6% പെർ മന്ത് എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലത്തിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ 0.6% ഇൻറ്റു 12 എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇത്ര വരും, 7.2%. ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ, തിയറി ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവില്ല. 1% പെർ മന്ത് എന്ന് പറഞ്ഞാൽ അതിനെ 12 കൊണ്ട് ഗുണിക്കാം. ഇനി 18% പെർ ഇയർ, ഒരു കൊല്ലത്തിന് 18% എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ എങ്ങനെ അറിയും? അതിനെ ഡിവൈഡഡ് ബൈ 12 ഇട്ടാൽ 1.5 കിട്ടും. അതാണ് മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 30% ആയിരുന്നുണ്ടെങ്കിൽ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 12 എവിടെ നിന്ന് വരുന്നു? ഒരു വർഷത്തിൽ 12 മന്താണുള്ളത്. ആ മന്താണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ആദ്യം നോക്കാം. നിങ്ങളുടെ ബുക്കിൽ തന്നെയുള്ള ഒരു പ്രോബ്ലം ആണ് ഇലസ്ട്രേഷൻ 1. ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതൊരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ എൻ്റെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ചെയ്ത് പഠിക്കുക. ഫൈൻഡ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 60,000 അറ്റ് ദി റേറ്റ് ഓഫ് 12%. 60,000 രൂപ ആണ് ഇവിടുത്തെ ഒരു എമൗണ്ട് വരുന്നത്, കടം ആവശ്യപ്പെടുന്ന എമൗണ്ട് വരുന്നത്. അതിന് 12% ഇൻട്രസ്റ്റ് ഉണ്ട്. അത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, 3 വർഷത്തേക്ക് 60,000 രൂപ ലോൺ എടുത്താൽ 12% ഇൻട്രസ്റ്റിൽ നമ്മൾ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? കുറച്ച് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഈ 60,000 രൂപ 3 വർഷത്തേക്ക് എടുത്താൽ എത്ര നമ്മൾ പലിശ കൊടുക്കണം? രണ്ടാമത്തെ ഓപ്ഷൻ, അത് അരക്കൊല്ലത്തേക്ക്, അതായത് 6 മാസത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, 6 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എത്ര പലിശ കൊടുക്കണം, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി 15 മാസത്തേക്കാണ് നമ്മൾ ആ ക്യാഷ് ഉപയോഗിക്കുന്നത് എങ്കിൽ എത്ര പലിശ കൊടുക്കണം, പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ലാസ്റ്റ് കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി 9 മാസത്തിനാണെങ്കിൽ എത്ര കൊടുക്കണം, ഇനി അതല്ല ദിവസം 45 ദിവസം മതി, അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമ്മൾ പലിശ കൊടുക്കേണ്ടത്? ഇതാണ് ചോദ്യം. അതായത് 60,000 രൂപ 12% പലിശക്കാണ് ഇയാൾ കൊടുക്കുന്നത്. അപ്പോൾ 3 വർഷത്തേക്ക് എടുത്താൽ എത്ര രൂപ കൊടുക്കണം, അരക്കൊല്ലത്തിന് എടുത്താൽ എത്ര കൊടുക്കണം, 15 മാസം, 9 മാസം, 45 ഡേയ്സ്. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ഓരോ സിറ്റുവേഷനിലും എത്രയാണ് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കേണ്ടത് അത് കാൽക്കുലേറ്റ് ചെയ്യലാണ് ഇപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം പി 60,000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് 6 വെച്ച് സൂചിപ്പിക്കാം. അത് 12% ആണ്.
അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ശതമാനം എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 60,000ന്റെ 12% നമുക്ക് എടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് I = P × R × T, PRT എന്ന് കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞത് 3 കൊല്ലത്തിനെടുക്കുമ്പോൾ എത്ര വരും എന്നതാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യാം. 60,000 രൂപയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ 12% എന്ന് പറയുന്നത് 60,000ന്റെ 12% കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് ശതമാനം വെച്ചിട്ട് കാൽക്കുലേറ്ററിലെ ശതമാനം എന്നുള്ള കീ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ കണക്കൂട്ടാം. 60,000 × 12/100 അതാണ് 60,000ന്റെ 12% എന്ന് പറയുന്നത്. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ച് നോക്കാം കേട്ടോ. അതാണ് അതിൻ്റെ ആൻസറാണ് 7,200 കിട്ടും. ഈ 7,200 എന്താണ്? 12% ഇൻട്രസ്റ്റ് ആണ്. 12% എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 7,200 കിട്ടി. നമുക്കിവിടെ വേണ്ടത് എന്താണ്? 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 7,000 × 3, അതായത് 3 വർഷം. ഇങ്ങനെ ബ്രാക്കറ്റിൽ 3 ഇയേഴ്സ് എന്നൊക്കെ തന്നെ കാണിക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21,600 ആണ്. അതായത് 60,000 രൂപ നമ്മൾ വാങ്ങുമ്പോൾ 3 വർഷത്തെ പലിശ വരുന്നത് 21,600 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 12% ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആയിരിക്കും? 60,000ന്റെ കൂടെ ഈ 21,600 കൂടെ കൂട്ടുന്ന എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് 60,000 ആണ്. നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് എ. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ 3 വർഷത്തേക്ക്, 3 വർഷം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 3 ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അരക്കൊല്ലത്തെ പലിശ കണക്കാക്കണം. 1 കൊല്ലം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് P × R × T, PRT എന്ന് പറയാം. അപ്പോൾ 60,000ന്റെ 12%. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നോക്കാം. 60,000 × 12/100 7,200 ആണ് വരിക. പക്ഷേ ഇവിടെ നമുക്ക് അരക്കൊല്ലമുള്ളൂ, അതായത് 6 മാസമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അതിനെ മന്ത്ലി ആക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താലും മതി. 7,000ന്റെ 1/2 എടുത്താലും നമുക്ക് ആൻസർ കിട്ടും 3,200, അതിൻ്റെ പകുതി. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അരക്കൊല്ലം ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പലിശ 3,600 ആണെന്ന് മനസ്സിലായല്ലോ. അടുത്ത സിറ്റുവേഷൻ 15 മാസമാണ്. അപ്പോൾ നോക്കൂ, 1 വർഷത്തിൻ്റെ മേലെ പോകുന്നുണ്ട്. 12 മാസമാണ് 1 വർഷം, എക്സ്ട്രാ ഒരു 3 മാസം കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് ആക്കി മാറ്റണം? മന്ത്ലി ആക്കിയിട്ട് മാറ്റിയിട്ട് നോക്കണം. അപ്പോൾ 60,000ന്റെ 12% നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ 7,200 കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 മാസമാണ്. അപ്പോൾ 15/12 ഉള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി ഓരോ മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്ക് 7,200 കിട്ടിയില്ലേ, നമ്മൾ നേരിട്ട് 15/12 അടിച്ചു. അപ്പോൾ നമുക്ക് 1 മാസത്തെ പലിശ കിട്ടും. അപ്പോൾ 7,000 × 15/12 1 മാസത്തെ പലിശയല്ല. 1 മാസത്തെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മാത്രം ഡിവൈഡ് ചെയ്യണം. 9,000 ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക. 9,000, അതായത് 15 മാസത്തെ പലിശ എടുക്കുമ്പോൾ.
ഇതിലൊരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്, അതായത് 45 ഡേയ്സ്, സോറി 9 മാസത്തെ പലിശ കാണേണ്ടതുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല, നിങ്ങൾ സ്വയം ആൻസർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. ലാസ്റ്റ് 45 ഡേയ്സ് ഉണ്ട്. അപ്പോൾ 45 ഡേയ്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഇൻട്രസ്റ്റിന്, ഇയർലിനെ നമ്മൾ മന്ത്ലി ആക്കണം, മന്ത്ലിയെ നമ്മൾ എന്ത് ചെയ്യണം, ഡേയ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഇയറിനെ ആദ്യം മന്ത്ലി ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇയറിൽ എത്ര വർഷം വരുന്നുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 365 ദിവസമാണ് ഒരു ഇയറിൽ വരിക, അതന്നെ എടുത്താൽ മതി. എന്തിനാണിത് കാണുന്നത്? 45 ദിവസത്തെ പലിശ കാണാനാണ്. ഇൻട്രസ്റ്റ് ഇസിക്കൽ ടു PRT. ഇപ്പോൾ 12% നമ്മൾ കണ്ടത് 7200 അതിനെ ഡേയ്സിലേക്ക് മാറ്റണം. അപ്പം എന്ത് ചെയ്താൽ മതി? 7200നെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് ഈക്വേഷൻ ഉപയോഗിക്കാം. 7200 ഇൻറ്റു 45/365 അടിച്ചാൽ 45 ദിവസത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എത്ര വരുന്നുണ്ടാവും? അത് 887.67 ആണ് വരിക. ഇതാണ് 45 ദിവസത്തെ കാൽക്കുലേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് മാത്രമാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലായെങ്കിൽ മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉള്ളത് നെക്സ്റ്റ് ക്ലാസ് കാണുന്നതിന് മുമ്പ് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.